നമസ്കാരം, ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ. ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തത്തെ പറ്റിയാണ്. എന്താണ് മഞ്ഞപ്പിത്തം, എങ്ങനെയാണ് തിരിച്ചറിയുക, എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ, എന്തൊക്കെയാണ് ഭക്ഷണ രീതികൾ, ഇതിനെപ്പറ്റിയാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. മഞ്ഞപ്പിത്തം പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്ന ഒരു രോഗമാണ്. പൊതുവെ രോഗികൾ മഞ്ഞപ്പിത്തം വരുമ്പോൾ വളരെയധികം ആശങ്കാകുലരാകാറുണ്ട്. എങ്കിലും ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മഞ്ഞപ്പിത്തം പൊതുവെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത് മൂത്രം മഞ്ഞയായോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ണിന്റെ വെള്ളഭാഗത്ത് മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ ത്വക്കിൽ തന്നെ മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്ന സമയത്താണ് മഞ്ഞപ്പിത്തം നമ്മൾ തിരിച്ചറിയുക. പക്ഷേ കുറച്ച് ബയോകെമിക്കൽ ടെസ്റ്റ് ബ്ലഡ് വഴി ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ മഞ്ഞപ്പിത്തം തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ലക്ഷണമില്ലാതെ തന്നെ ചിലർക്ക് മഞ്ഞപ്പിത്തം ഉള്ളതായിട്ട് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ പൊതുവെ നമ്മൾ അറിയുന്നത് മഞ്ഞ നിറം കണ്ണിൽ വരുമ്പോഴാണ്. അപ്പോൾ എന്തൊക്കെ ആണ് മഞ്ഞപ്പിത്തത്തിന് കാരണങ്ങൾ പലതാണ്. ആയിരക്കണക്കിനോ അല്ലെങ്കിൽ നൂറുകണക്കിന് കാരണങ്ങളുണ്ട് മഞ്ഞപ്പിത്തത്തിന്. പക്ഷെ നമ്മൾ പൊതുവെ പറയുന്ന മഞ്ഞപ്പിത്തത്തെ രണ്ടായി വിഭജിക്കാം. ഒന്ന് മെഡിക്കൽ ജോണ്ടിസ്, രണ്ട് സർജിക്കൽ ജോണ്ടിസ്. ഈ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത് അത് എങ്ങനെ അത് ഡീൽ ചെയ്യാം എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ്. മെഡിക്കൽ ജോണ്ടിസ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആവാം, അതായത് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആകാം, ബാക്ടീരിയ മുഖാന്തരമാകാം, മറ്റ് മരുന്നുകൾ മുഖാന്തരമാകാം, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കഹോൾ മുഖാന്തരം, അങ്ങനെ പല രീതിയിലും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലിവറിനുണ്ടാകുന്ന നീർവീഴ്ചയാണ്. ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോൾ ലിവറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുണ്ടാകുന്ന നീർവീഴ്ചയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിവറിനുണ്ടാകുന്ന പ്രയാസങ്ങൾക്കാണ് കൂടുതലും മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. അത് മെഡിക്കലുമാകാം, സർജിക്കലുമാകാം. ബ്ലഡിനകത്ത് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ബ്ലഡ് പരിശോധന ചെയ്യുമ്പോൾ അതിനകത്ത് ബിലിറൂബിന്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ചിലവർക്ക് ബിലിറൂബിന്റെ അളവ് ഒരുപക്ഷെ അല്പം ഒന്ന് കൂടിയിരിക്കാം. പക്ഷെ മറ്റ് പാരാമീറ്റേഴ്സ് LFTയോടൊപ്പം ചെയ്യുന്ന മറ്റു ചില ടെസ്റ്റുകൾ നോർമലായിരിക്കാം. അങ്ങനെയുള്ളവർ സാധാരണ രീതിയെ പറ്റി വിഷമിക്കേണ്ടതില്ല. ചിലവർ കുറച്ച് ആയാസപ്പെട്ട് ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പനി വരുമ്പോഴോ ഈ ബിലിറൂബിൻ അല്പം ഒന്ന് കൂടിയിരിക്കാം. അത് വളരെ മാരകമായിട്ടുള്ളൊരു പ്രയാസമൊന്നുമല്ല. ലിവറിനകത്തുള്ള ചില എൻസൈംസിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇത് ഏത് തരത്തിലാണെന്ന് ഡോക്ടറാണ് തീരുമാനിക്കുന്നത്, രോഗിയല്ല. പക്ഷേ മറ്റു ചിലർക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് തന്നെ, വൈറസ് തന്നെ പല തരത്തിലുള്ള വൈറസുകളുണ്ട്. നമ്മൾ പ്രധാനമായി അതിനകത്ത് ABCDE എന്ന് തിരിച്ചിട്ടുണ്ട്. അത് ABCD എന്ന് പറയുന്ന വൈറസുകളുടെ പേരുകളാണ്. അപ്പൊ അതിനകത്ത് എയും ഇയും നമ്മൾ ആഹാരത്തിലൂടെ അല്ലെങ്കിൽ പാനീയത്തിലൂടെയാണ് ഇത് പകരുന്നത്. പക്ഷെ ബാക്കിയുള്ളവ BCD ഇവ രക്തത്തിലൂടെയാണ് അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ് അത് പകരുന്നത്. അതുകൊണ്ട് ആഹാരത്തിലൂടെ അല്ലെങ്കിൽ പാനീയത്തിലൂടെ പകരുന്ന ഒരു ഭാഗമുണ്ട്, രക്തത്തിലൂടെ പകരുന്ന മറ്റൊരു ഭാഗമുണ്ട്. സാധാരണ പൊതുവെ കാണപ്പെടുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് A ആണ്. അതായത് ആഹാരത്തിലൂടെ ശുചിത്വമില്ലായ്മയുടെ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ്. അത് സാധാരണ രീതിയിൽ ആ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ 1 മാസമോ 1.5 മാസമോ വന്നു നിന്നതിന് ശേഷം തനിയെ അങ്ങ് മാറാറുണ്ട്. എന്നാൽ ചിലവർക്ക് അത് ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. കൂടുതലും കിഡ്നി അഫക്റ്റ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മറ്റ് അവയവങ്ങളെ അഫക്റ്റ് ചെയ്യുന്നവർക്കോ അത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ പൊതുവെ ഒരു 90% ഹെപ്പറ്റൈറ്റിസ് A ബാധിച്ചവർക്ക് അത് തനിയെ അതുകൊണ്ട് തന്നെ അതിന് ചികിത്സിച്ചാലും ഇല്ലെങ്കിലും തനിയെ മാറിപ്പോകുന്ന പതിവാണ്. കൂടുതൽ വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക മാത്രമേ അതിന് ചെയ്യേണ്ടതുള്ളൂ. എന്നാൽ B ആകട്ടെ അത് ഞാൻ പറഞ്ഞു ബ്ലഡ് വഴിയാണ് പകരുന്നതെന്ന്. B ആകട്ടെ അത് മറ്റു ചില പ്രയാസങ്ങളിലേക്ക് ഭാവിയിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒന്ന്, അതൊരു ക്രോണിക് സ്റ്റേജിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ക്രോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന വൈറസുകൾ അവിടെ തന്നെ പെരുകുകയും അത് കൂടുതൽ ലിവറിന്റെ സിറോസിസിലോട്ടൊക്കെ മാറുകയും ഒരുപക്ഷെ ക്യാൻസർ ആവുന്ന സാധ്യതയിലേക്ക് മാറുകയും ചെയ്യുന്നു. അങ്ങനെ ക്യാൻസർ ആവുന്ന സാധ്യതയിലേക്ക് മാറുന്നത് കൂടുതലും വൈറസുകൾ അവിടെ ഇരുന്ന് പെറ്റുപെരുകുന്നത് കൊണ്ടാണ്. ഈ പെറ്റുപെരുകുന്ന വൈറസുകളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാര മാർഗങ്ങളുണ്ട്. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് B പൂർണ്ണമായും നീക്കം ചെയ്യുവാൻ അല്ലെങ്കിൽ ഒരു മരുന്ന് ഉപയോഗിച്ച് മറ്റേതെങ്കിലും നീക്കം ചെയ്യാനുള്ള 100% സേഫ് ആയിട്ടുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വാക്സിനുകളുണ്ട്. സിയും അതിന്റെ ഈ ട്രാൻസ്ഫ്യൂഷൻ അതല്ലെങ്കിൽ ഈ സെക്ഷൽ കോണ്ടാക്ട് കൂടെയാണ് സിയും പകരുന്നത്. പക്ഷേ സിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ബിക്ക് വാക്സിൻ ഉണ്ട്,
സിക്ക് വാക്സിൻ ഇല്ല, സി പകരാതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടുന്നത്. പക്ഷേ സിക്ക് ഫലപ്രദമായിട്ടുള്ള ഗുളികകൾ അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ കൂടുതലായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുപിടിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് അത് എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഡി ഒരു തരത്തിലുള്ള പാരസൈറ്റ് വൈറസ് ആണ്. അതായത് ബി ഉണ്ടെങ്കിൽ മാത്രമേ ഡി ചെല്ലൂ. അത് ഒരുമിച്ച് മാത്രമേ ബിയും ഡിയും കൂടെ ഒരുമിച്ച് മാത്രമേ ചെല്ലുകയുള്ളൂ. അതുകൊണ്ട് ബിയും ഡിയും കൂടെ എപ്പോഴും ഡി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടായിരിക്കണം. ഇ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അത് ആഹാരത്തിലൂടെ മാത്രമാണ് പകരുന്നത്. ഈ തരത്തിലുള്ള ഏത് തരത്തിലുള്ള വൈറസാണ് ശരീരത്തിൽ പ്രവേശിച്ചതെന്നും അതിനുള്ള ഏത് ഘട്ടത്തിലാണ് നമ്മളെന്നും കണ്ടെത്തുക എന്നുള്ളതാണ് ഡോക്ടറുടെ ജോലി. അതായത് അത് ക്രോണിസിറ്റിയിലോട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ലിവർ സിറോസിസിലോട്ട് പോകുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഒരു ഡോക്ടറാണ്, ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ മറ്റു ചില കാരണങ്ങളുണ്ട്. അതായത് ആൾക്കഹോൾ ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്, അല്ലെന്നുണ്ടെങ്കിൽ മെഡിസിൻ ക്രമത്തിലധികമായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ നാളുകളായിട്ട് മെഡിസിൻ കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്. ആ ഹെപ്പറ്റൈറ്റിസിൽ ഒരുപക്ഷെ മെഡിസിൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് അത് മാറാവുന്നു. പക്ഷേ ഈ മെഡിസിൻ കൊണ്ടിട്ടാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നതെന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ സർജിക്കൽ ജോണ്ടിസ് ഇങ്ങനെയല്ല. സർജിക്കൽ ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൽ നിന്നുണ്ടാകുന്ന പിത്തരസം പിത്തക്കുഴലിലൂടെ പിത്തസഞ്ചിയിൽ കുറച്ചു നേരം സ്റ്റോർ ചെയ്തതിനു ശേഷം പിത്തക്കുഴലിലൂടെ വീണ്ടും ഒഴുകി ഈ ദഹനപ്രക്രിയയെ സഹായിക്കാനായി ചെറുകുടലിന്റെ ആദ്യഭാഗത്തിലേക്ക് ഒഴുകുന്നു. അതിനുണ്ടാകുന്ന തടസ്സം മൂലമാണ് ഈ സർജിക്കൽ ജോണ്ടിസ് ഉണ്ടാകും. അത് തടസ്സം പല രീതിയിലാവും. ഒരു സ്റ്റോൺ ആകാം, ഒരു ചുരുക്കമാകാം, ഒരു ക്യാൻസർ ആകാം, പല തരത്തിലുള്ള അതാണ്. അത് ലിവർ തന്നെ ഒരു ക്യാൻസർ ആകാം, അല്ലെങ്കിൽ ഈ വരുന്ന വഴിയിലുള്ള ഏതെങ്കിലും തടസ്സങ്ങളാവാം. ഇതിനെയാണ് സർജിക്കൽ ജോണ്ടിസ് എന്ന് പറയുന്നത്. ഈ സർജിക്കൽ ജോണ്ടിസ് ഒരു ശസ്ത്രക്രിയയിൽ അല്ലെങ്കിൽ ഒരു എൻഡോസ്കോപ്പ് വഴിയുള്ള ഒരു പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് മാറ്റുവാൻ പറ്റുകയുള്ളൂ. ഈ മാറ്റുന്ന പലതരത്തിൽ മാറ്റാം. ഒരുപക്ഷെ ക്യാൻസർ ക്യൂർ ആക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പ് പ്രൊസീജിയേഴ്സ് വഴി ഇത് മാറ്റാവുന്നതാണ്. അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഈ പിത്തക്കുഴലുണ്ടാകുന്ന ഈ തടസ്സത്തെ സ്റ്റോൺ ആണെന്ന് കൂടുതൽ എൻഡോസ്കോപ്പ് വഴിയാണ് നീക്കം ചെയ്യുന്നത്. പക്ഷേ അത് സ്റ്റോൺ ഉണ്ടായിരിക്കുന്നത് പിത്തസഞ്ചിയിൽ നിന്ന് വന്നതാണോ പിത്തക്കുഴലിൽ തന്നെ ആദ്യമായി ഉണ്ടാകണോ നിജപ്പെടുത്തേണ്ടതുണ്ട്. സഞ്ചിയിൽ നിന്ന് വന്നതാണെങ്കിൽ പിത്തസഞ്ചി ഉൾപ്പെടെ നീക്കം ചെയ്യേണ്ടതാണ്. കല്ലല്ല ക്യാൻസറാണ് ഇതിന് കാരണം എന്നുണ്ടെങ്കിൽ ആ ക്യാൻസർ നീക്കം ചെയ്യേണ്ടതാണ്. ശസ്ത്രക്രിയയിലൂടെയാണ് നീക്കം ചെയ്തത്. പിത്തക്കുഴലിലുണ്ടാകുന്ന ക്യാൻസർ ആവട്ടെ, പാൻക്രിയാസിലുണ്ടാകുന്ന ക്യാൻസർ, ഇതെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കാവുന്ന. പാൻക്രിയാസിലുണ്ടാകുന്ന ക്യാൻസർ ആവട്ടെ, ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആവട്ടെ, ഇതെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ആ തടസ്സങ്ങൾ ശസ്ത്രക്രിയയിലൂടെ, പ്രത്യേകിച്ചും കീഹോൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാവുന്നതാണ്. നീക്കം ചെയ്തതിനു ശേഷം അനുബന്ധ ചികിത്സകൾ പാലിക്കേണ്ടതാണ്.